CPM-ൽ ചേർന്ന കാപ്പ കേസ് പ്രതിയെ നാടുകടത്താൻ ഉത്തരവ്. ഡിവൈഎഫ്ഐ മലയാലപ്പുഴ മേഖല വൈസ് പ്രസിഡന്റായ ശരൺ ചന്ദ്രനെയാണ് നാടുകടത്തിയത്. ഒരു വർഷത്തേക്കാണ് നാടുകടത്തിയത്. ആരോഗ്യമന്ത്രി മാലയിട്ട് ഇയാളെ CPM-ലേക്ക് സ്വീകരിച്ചത് വിവാദമായിരുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, വിവരങ്ങൾ. CPM-ൽ ചേർന്ന കാപ്പ കേസ് പ്രതിയാണ് ഇപ്പോൾ നാടുകടത്താൻ ഉത്തരവായിരിക്കുന്നത്. ഡിവൈഎഫ്ഐ മലയാലപ്പുഴ മേഖല വൈസ് പ്രസിഡന്റാണ് ശരൺ ചന്ദ്രൻ. ഇഡലി എന്ന് വിളിക്കുന്ന ഇയാളെ ഒരു വർഷത്തേക്കാണ് നാടുകടത്താൻ ഉത്തരവായിരിക്കുന്നത്. കാപ്പ കേസ് പ്രതിയെ മന്ത്രി വീണ ജോർജും അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന KP ഉദയഭാനുവും ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചത് വിവാദമായിരുന്നു. കാപ്പ കേസ് പ്രതിയല്ലെന്നും സ്വയം തിരുത്താനാണ് പാർട്ടിയിൽ എത്തിയതെന്നുമായിരുന്നു അന്ന് വിവാദമായപ്പോൾ CPM വിശദീകരണം നൽകിയത്. ഈ പ്രതിയാണ് ഇപ്പോൾ ഒരു വർഷത്തേക്ക് നാടുകടത്താൻ തീരുമാനമായിരിക്കുന്നത്. ഈ കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ നിരന്തരം ആളുകളെ ഈ കാപ്പ കേസുകളിൽ അടക്കം ഉൾപ്പെട്ട ക്രിമിനലുകളെ CPM-ലേക്ക് സ്വീകരിച്ച് വരുത്തിച്ചതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പത്തനംതിട്ട, മലയാലപ്പുഴ തുടങ്ങിയ മേഖലകളിലെ ഒരു വിഭാഗം ഇതിനെ ശക്തമായി എതിർത്ത് രംഗത്ത് വരികയും ചെയ്തിരുന്നു. വാട്സാപ്പ് ഉൾപ്പെടെയുള്ള പല സാമൂഹ്യ മാധ്യമങ്ങളിലും ഇങ്ങനെ മാലയിട്ട് കാപ്പ കേസ് പ്രതിയെ ജില്ലാ സെക്രട്ടറിയും ഒപ്പം ഒരു മന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു എന്നതിനെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം അന്ന് ഉണ്ടായതാണ്. മന്ത്രി പങ്കെടുത്ത പരിപാടിയിലാണ് കാപ്പ കേസ് പ്രതിക്ക് സ്വീകരണം നൽകിയത്. അത് പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം മനസ്സിലാകാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യവും അന്ന് ശക്തമായി പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്തതാണ്. വലിയ വിവാദമായതാണ്. അന്നെല്ലാം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വിശദീകരണം ശരൺചന്ദ്രൻ നിലവിൽ കാപ്പ കേസ് പ്രതിയല്ല, കാലാവധി കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ തിരുത്തുന്നതിനുള്ള അവസരമായിരുന്നു നൽകിയിരിക്കുന്നത്. ഈ കാപ്പ കേസ് പ്രതിയാണെങ്കിൽ പോലും പാർട്ടിയിലേക്ക് പാർട്ടിയിൽ ചേർക്കുന്നതിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല, തിരുത്തുന്നതിനുള്ള അവസരമായി അതിനെ കണക്കാക്കിയാൽ മതി എന്നുള്ള ഒരു വിശദീകരണമായിരുന്നു അന്നത്തെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു വിശദീകരിച്ചത്. പക്ഷേ ഇപ്പോൾ കാപ്പ കേസ് പ്രതിയായ CPM-ൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റായ ഈ പ്രതിയെ ഇപ്പോൾ ഒരു വർഷത്തേക്ക് നാടുകടത്താനാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നത് മിഥുൻ മുരളി.